ശ്രുതിയുടെ മുഖം മൂടി രേവതി പൊളിച്ചടുക്കി കയ്യിൽ കൊടുക്കാൻ പോവാണ് കേട്ടോ സുഹൃത്തുക്കളെ. ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന പാത്രം പൊക്കി നോക്കിയിട്ട് ചന്ദ്രമതി രേവതിയോട് പറയുന്നത്, ഇതെന്താ സാമ്പാറിൽ നിന്ന് പഴുതാരയാണോ ചോദിക്കുമ്പോൾ രേവതി പറയണം, അല്ലമ്മേ പഴുതാനെ കിട്ടിയില്ല, പകരം 2 തവളനെ കിട്ടി. 2 തവളനെ ഞാൻ ആ പാത്രത്തിൽ ഇട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ ചന്ദ്രമതി ഇങ്ങനെ കലി തുള്ളിയിട്ട് നോക്കുകയാണ്. പിന്നീട് രേവതി പറയുകയാണ്, ഈ വീട്ടിൽ എന്നോട് കുറച്ചെങ്കിലും ഒരു സ്നേഹമുള്ളത് അത് അച്ഛന് മാത്രമാണ്, ബാക്കി ആരും ഞാൻ പറയണത് വിശ്വസിക്കില്ല എന്ന് പറയുന്ന സമയത്ത് ചന്ദ്രമതി പറഞ്ഞു, നിനക്ക് എന്താടി രാവിലെ തന്നെ ഉറഞ്ഞു തുള്ളിയോ, നീ അത് തന്നെ പറഞ്ഞുകൊണ്ട് വരണമെന്ന് പറയുമ്പോൾ ശ്രുതിയും പറയുന്നുണ്ട് കേട്ടോ, അല്ലെങ്കിലും നിനക്ക് തന്നെയല്ലേ സാഹചര്യങ്ങളൊക്കെ എതിരായിട്ട് നിൽക്കുന്നത്, അപ്പോൾ പിന്നെ നീ തന്നെയാവും ചിലപ്പോൾ പാത്രം തുറന്നു വെച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോൾ, നീ ആരാ, പോലീസ് ഓഫീസറോ, ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയി അവിടെ നിന്ന് പറഞ്ഞിട്ട് ശ്രുതിനെ കളിയാക്കി വിടുകയാണ് കേട്ടോ രേവതി. പിന്നീട് രേവതി എന്ത് ചെയ്തു, ഒരു ഓട്ടോറിക്ഷ പിടിച്ചിട്ട് നേരെ നമ്മുടെ ഫൈനാൻസുകാരൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. ഫൈനാൻസുകാരൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ കാണുന്നൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശ്രുതി ആവട്ടെ ഫൈനാൻസുകാരൻ്റെ ഭാര്യയുടെ തോളിൽ മസാജ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ട രേവതി ഷോക്കാവാണ് കേട്ടോ. പിന്നീട് രേവതി വീട്ടിൽ വന്നിട്ട് സച്ചിയെടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുമെന്നാണ് വിചാരിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കാം.